ഹായ് ഓൾ 2025 നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന് പറയാൻ സാധ്യമായ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് തീർച്ചയായും എൻ്റെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ നന്ദി എവരെയും അറിയിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തരം നൽകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക്ക് നോട്ട്ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഇന്നും നോട്ട്ബുക്കിന് പ്രസക്തിയുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നോട്ട്ബുക്ക് എന്നത് വളരെ പ്രസക്തമായ ഒന്നാണ്. പാരൻസിന് ഒത്തുനോക്കാനായിട്ട്, കുട്ടികളെ എന്താണ് ഓരോ ദിവസവും എടുത്തത് എന്നറിയാനായിട്ട്, കുട്ടികൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ചു നോക്കി അവ വീണ്ടും ഓർക്കുന്നതിന്, അതുപോലെ തന്നെ അവരുടേതായ പണ്ടത്തെ രീതിയിലുള്ള നോട്ട്ബുക്ക് എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചർ ബോർഡിൽ എഴുതി കൊടുക്കുന്നു, അത് കുട്ടികൾ എഴുതിയെടുക്കുന്നു എന്നുള്ളൊരു ആശയമാണ്. എന്നാൽ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഇന്നത്തെ നോട്ട്ബുക്ക്. തീർച്ചയായും ഓരോ കുട്ടികളുടെയും കയ്യൊപ്പ് ചാർത്തിയ ഒന്നായിരിക്കും അവരുടെ നോട്ട്ബുക്ക്. അവരുടെ വളരെ മനോഹരമായ കൊച്ചു കൊച്ചു ചിന്തകൾ, അതുപോലെ കൊച്ചു കൊച്ചു കവിതകൾ, കഥകൾ, അവരുടേതായ രീതിയിൽ കോറിയിട്ട ഓരോ അനുഭവങ്ങളും ഉൾപ്പെടുത്തിയ ഒന്നായിരിക്കും ഇന്നത്തെ നോട്ട്ബുക്ക്. കാരണം പണ്ടത്തെ പോലെ പഠിക്കാനുള്ളത് എഴുതി കൊടുക്കുന്ന ഒരു മാധ്യമമല്ല നോട്ട്ബുക്ക്. അവരുടെ ആശയങ്ങൾ, കുട്ടികളുടെ ആശയങ്ങൾ അവർക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമാണ് ഇന്ന് നോട്ട്ബുക്ക്. എന്നിരുന്നാലും അത് എപ്പോഴും അധ്യാപകനും പാരൻസും തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോട്ട്ബുക്കാണ്. എന്താണ് അന്ന് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അന്ന് വിദ്യാലയത്തിൽ ചെയ്യിച്ച ആക്ടിവിറ്റീസ് എന്നൊക്കെ അറിയുന്നത് അധ്യാപകർ ഈ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിലൂടെ കുട്ടികൾ എഴുതിയ കുറിപ്പുകളും മറ്റും വായിച്ചാണ് വീട്ടിൽ പാരൻസ് അതറിയുന്നത്. അതിനാൽ തന്നെ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു ലിങ്ക് തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാമാണ് നോട്ട്ബുക്കിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും നോട്ട്ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും, എന്നാൽ പണ്ട് നോട്ട്ബുക്ക് എന്ന കൺസെപ്റ്റ് എന്തായിരുന്നു അതിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഇന്ന് നോട്ട്ബുക്ക് എന്ന കൺസെപ്റ്റ് എന്നും തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കണം. ആ ആശയങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയാനായിട്ട് കാൻഡിഡേറ്റ്സ് എന്ന നിലയിൽ നമുക്ക് കഴിയണം. മറ്റൊരു പ്രധാന ചോദ്യം ക്ലാസ് പി ടി എ ടീച്ചറുടെ ചുമതലകൾ എന്തെല്ലാമാണ് എന്നാണ്. ക്ലാസ് പി ടി എ എന്നത് എല്ലായ്പ്പോഴും ക്ലാസ് ടീച്ചറിൻ്റെ ചുമതലയാണ്. നമ്മൾ ക്ലാസ് പി ടി എയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യത്തേത് HMമായി ഒരു സംഭാഷണത്തിലൂടെ എന്നാണ് ക്ലാസ് പി ടി എ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞാൽ അത് പാരൻസിനെ അറിയിക്കുന്നു. അതിനുശേഷം നമ്മൾ തന്നെ ഒരു പ്രിപ്പറേഷൻ, അതായത് ടീച്ചേഴ്സ് ഒരു പ്രിപ്പറേഷൻ നടത്തണം. എന്തെല്ലാമാണ് അതിൽ ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് സ്വാഗതം, ക്ലാസ് ടീച്ചറുടെ ഒരു കടമയാണ് സ്വാഗതം ചെയ്യുക എന്നുള്ളത്. കാരണം ക്ലാസ് പി ടി എയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് HM, ഹെഡ് മിസ്ട്രസ്, അതുപോലെ ടീച്ചർ, പിന്നെ ആ ക്ലാസ്സിൽ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചറുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മറ്റു വിഷയങ്ങൾ അറബിക്ക് പോലെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന മറ്റ് അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് പാരൻസ് ആണ്. ആ ക്ലാസ്സിലെ കുട്ടികളുടെ പാരൻസ്, ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കണം ക്ലാസ് പി ടി എ കൂടേണ്ടത്. മാസത്തിൽ ഒരു തവണയെങ്കിലും ക്ലാസ് പി ടി എ കൂടേണ്ടതുണ്ട്. പിന്നെ പൊതു അറിയിപ്പുകൾ ക്ലാസ് പി ടി എയിൽ ആദ്യം ടീച്ചർ അറിയിക്കണം. എന്തിനെല്ലാം വേണ്ടിയാണ് ഇന്ന് ഈ ക്ലാസ് പി ടി എ കൂടിയിരിക്കുന്നത്, എന്തെല്ലാമാണ് അജണ്ടകൾ എന്നുള്ളത് ടീച്ചർ ഓൾറെഡി മുൻകൂട്ടി നിശ്ചയിക്കുകയും അത് അവിടെ അറിയിക്കുകയും ചെയ്യും. ഒപ്പം ടീച്ചർക്ക് പറയാനുള്ള ക്ലാസ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാരൻസിനെ അറിയിക്കുക. പാരൻസിന് പറയാനുള്ളത് നമുക്ക് തിരിച്ചു കേൾക്കാനുള്ളൊരു മനോഭാവം ടീച്ചർക്ക് ഉണ്ടായിരിക്കണം.
കാരണം ഓരോ കുട്ടികളുടെയും പ്രശ്നങ്ങളും പരാതികളും എല്ലാം തന്നെ പാരൻസ് എന്ന് പറയുന്ന ഇടം ക്ലാസ് PT ആയിരിക്കും. അത് കേൾക്കാനുള്ള ഒരു ക്ഷമ അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് പഠനത്തിലായാലും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ പറ്റി തീർച്ചയായും അധ്യാപകർ അവരുടെ പാരൻസിനെ അറിയിക്കണം. ഒരിക്കലും ക്ലാസ് PTAയിൽ ഒരുമിച്ച് എല്ലാവരും ഇരിക്കുമ്പോഴല്ല, ഒറ്റയ്ക്ക് തന്നെയായിട്ട് അത്തരം കാര്യങ്ങൾ അവരോട് അറിയിക്കേണ്ടത് ടീച്ചറുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും ക്ലാസ് PTAകളിലായിരിക്കും പേപ്പർ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ പേപ്പർ വിതരണവും അതിനോട് പ്രോഗ്രസ് കാർഡ് എല്ലാം കൊടുക്കുന്നതും സൈൻ ചെയ്യിക്കുന്നത് എല്ലാം തന്നെ ഈ ഒരു ടൈമിലായിരിക്കും. അതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ടീച്ചർ അറേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെയാണ് നിങ്ങളൊരു ക്ലാസ് PTAയിൽ ശ്രദ്ധിക്കേണ്ടത്. അവസാനം നന്ദി പറയുക എന്ന കടമയുമുണ്ട്. എത്തിച്ചേർന്ന എല്ലാ പാരൻസും ഒരുപാട് എഫേർട്ട് എടുത്ത് എത്തിയവരായിരിക്കും. അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കേണ്ടതും ടീച്ചറുടെ ഒരു കടമയാണ്. ഇതെല്ലാമാണ് ഒരു ക്ലാസ് PTAയിൽ പ്രത്യേകിച്ച് നടക്കാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ HMന് എന്തെങ്കിലും മിസ്ട്രസിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം ടീച്ചർ നൽകേണ്ടതാണ്. മറ്റൊരു ചോദ്യം, ലിംഗസമത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ലിംഗസമത്വം ഉറപ്പാക്കാനായിട്ട് കുട്ടികളെ മിക്സ് ചെയ്തിട്ടാണ് കുട്ടികളെ ഇരുത്തുക. ഒരിക്കലും ഗേൾസ് ബോയ്സ് എന്ന വേർതിരിവോട് കൂടിയല്ല നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ഇരുത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം, നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവൻ അവൾ എന്ന പദങ്ങൾ പ്രയോഗിക്കാതിരിക്കുക. തീർച്ചയായിട്ടും കുട്ടി, മക്കൾ എന്നിവയാണ് സാധാരണയായിട്ട് കുട്ടികളെ വിളിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ അതല്ലാതെ മറ്റേ ഒരുപാട് വേർഡ്സ് ഉണ്ടാവും. വേർതിരിച്ച് കാണുന്ന തരത്തിലുള്ള ഡ, ഡി എന്നീ വിളികളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം തന്നെ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറയുന്ന അങ്ങനെ വിളിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ നല്ലത് മക്കളെ ഇങ്ങോട്ട് വായോ. അത് ആണായാലും പെണ്ണായാലും മക്കളെ എന്ന് വിളിക്കുമ്പോൾ ഒരു വേർതിരിവില്ല. മറ്റൊന്ന്, യൂണിഫോം. പല സ്കൂളുകളിലും ഒരേ യൂണിഫോം, 4 വരെയൊക്കെ ഒരേ യൂണിഫോം, ഒരേ പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഉള്ള യൂണിഫോം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും ലിംഗസമത്വം ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട്, പാഠപുസ്തകങ്ങളിൽ തന്നെ ലിംഗസമത്വം ഉറപ്പാക്കുന്ന ആശയങ്ങളുണ്ട്. നമുക്കറിയാം, പാഠപുസ്തകങ്ങളിൽ പല പാഠഭാഗങ്ങളിലും അടുക്കളയുടെ ഒരു പിക്ചറൊക്കെ കാണിക്കുമ്പോൾ അമ്മ പാചകം ചെയ്യുന്നു എന്ന പണ്ടത്തെ ആശയത്തിൽ നിന്ന് എല്ലാവരും ഒന്നിച്ച്, ലിംഗഭേദമില്ലാതെ ഏവരും ഒന്നിച്ചുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം എന്നുള്ളതാണ് പാഠപുസ്തകത്തിലെ ആശയമായാലും ചിത്രമായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയായിരിക്കും കുട്ടികളിൽ നമ്മൾ നൽകേണ്ട ആശയവും. പെൺകുട്ടികൾക്ക് മാത്രം അടിച്ചു വാരുന്ന ജോലി അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരു കാലം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ്. അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്ന വീടുകളിൽ ഒരുമിച്ച് ജോലി ചെയ്താൽ മാത്രമേ ആ ഒരു വീട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നമ്മുടെ ആശയങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് കഥകളിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ്. അത് ഇങ്ങനെ വേണമെന്ന് പറയല്ല. ആ കഥ കേട്ടാൽ അവർക്ക് ആ ലിംഗസമത്വം ഉള്ളതായിരിക്കണം അവരുടെ വീട് എന്നുള്ളൊരു ആശയം അവർക്ക് തോന്നണം. അത്തരം ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള കഥകൾ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാമാണ് ലിംഗസമത്വം ഉറപ്പാക്കാനായിട്ട് LP ക്ലാസ്സുകളിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ. ഇതല്ലാതെ മികച്ച പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിലുള്ള അവസാന ചോദ്യം, ഭിന്നശേഷി അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയ ഈ സമയത്ത് ഭിന്നശേഷി കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അവരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വ്യത്യസ്ത ഇടങ്ങൾ, വ്യത്യസ്ത രീതികൾ എന്ന പോലെ ഒരു കാറ്റഗറി തന്നെയാണ് ഭിന്നശേഷിയിൽപ്പെടുന്ന കുട്ടികളും. അവരും വ്യത്യസ്തരാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ടീച്ചിങ് മാനുവലിൽ കരുതണം.
അത്തരം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആപ്റ്റായിട്ടുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠന പ്രവർത്തനം നമ്മുടെ ക്ലാസ് മുറികളിൽ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കാൻ ശ്രമിക്കണം. ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് സ്കൂളിൽ തന്നെ ലഭ്യമാണ്. അതിൽ അത്യാവശ്യം വേണ്ട മോഡിഫൈ ചെയ്യേണ്ടത് എന്താണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് അവർക്ക് കൂടി ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന തരത്തിൽ നമുക്കത് മാറ്റിയെടുക്കാം. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ അവരുടെ സഹപഠിതാക്കളുമായി ഒന്നിപ്പിക്കുക. പിന്നെ ആ ടീച്ചർക്ക് ഡ്യൂട്ടി അവിടെ പകുതി കുറയും. ആ ഒരു ഭിന്നശേഷിയുള്ള കുട്ടീനെ അവരുടെ കൂട്ടുകാർ, ആ ക്ലാസ്സിലെ മറ്റംഗങ്ങൾ അവരുടെ സ്വന്തം എന്ന നിലയിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കോളും. അങ്ങനെയാണ് കുട്ടികൾ. അപ്പോൾ ടീച്ചർക്ക് പഠന ഒരു സാഹചര്യം ഒരുക്കേണ്ട ഒരാവശ്യമുള്ളൂ. ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മറ്റു കൂട്ടുകാർ ഒരുമിച്ച് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറുടെ ഡ്യൂട്ടി. ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളായിരിക്കാം അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം എൻ്റെ മാത്രം ഒപ്പീനിയൻസാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ആശയങ്ങളും ഉത്തരങ്ങളും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാം. സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. താങ്ക് യു.